നമസ്കാരം, ഫുക്രയിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ മൊറോക്കോക്കെതിരെ ഫ്രാൻസ് ജയിച്ച് സെമിഫൈനലിലെത്തി. എതിരില്ലാത്ത 2 ഗോളിനാണ് ഫ്രാൻസ് ജയിച്ച്. അതിലൊന്ന് കിലിയൻ എംബാപ്പയാണ് അടിച്ചത്. ഇതോടെ കിലിയൻ എംബാപ്പെ പുതിയൊരു റെക്കോർഡ്, അതൊരു ചെറിയ റെക്കോർഡല്ല, ഗംഭീർ റെക്കോർഡാണ്. അതായത് 2 വ്യത്യസ്ത ലോകകപ്പുകളിൽ 8 അതിൽ കൂടുതലോ ഗോളടിച്ച ഏക താരമായി കിലിയൻ എംബാപ്പെ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ 2022 ലോകകപ്പിൽ, ഖത്തർ ലോകകപ്പിൽ 8 ഗോളടിച്ച് ടോപ്പ് സ്കോററായിരുന്നു എംബാപ്പെ. ഇതാ ഇപ്പോൾ മൊറോക്കോക്കെതിരെ ഗോളടിച്ചോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ ടൂർണമെൻറ്റിലെ, ഈ ലോകകപ്പിലെ നേട്ടവും ഗോൾ നേട്ടവും 8ആയി മാറിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ലോകകപ്പിൽ ലയണൽ മെസ്സിയുമായി ടോപ്പ് സ്കോറർ പദവി ഇപ്പോൾ പങ്കിടുകയാണ്. മെസ്സിയും 8 ഗോളാണ് അടിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കിലിയൻ എംബാപ്പെ നേടിയിട്ടുള്ള ആ റെക്കോർഡ് എന്ന് പറയുന്നത് ചെറിയ റെക്കോർഡല്ല. ഇനി മെസ്സിക്ക് ആ റെക്കോർഡ് തകർക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി 7 ഗോളാണ് അടിച്ചിരുന്നത്. ഇത്തവണ 8 അടിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇനിയൊരു ലോകകപ്പ് മെസ്സിക്ക് കളിക്കാനും പറ്റില്ല. അപ്പോൾ അതെന്തായാലും കുറച്ചു കാലം എംബാപ്പയുടെ കയ്യിലിരിക്കും ആ റെക്കോർഡ് എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം മറ്റൊരു താരവും ആ നിലയിൽ കാണാനില്ല ഇപ്പോൾ. എന്തായാലും എംബാപ്പെ അങ്ങനൊരു ഗോൾ നേടി, അങ്ങനൊരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം മൊത്തം ലോകകപ്പിൽ നേടുന്ന ഗോളുകളുടെ എണ്ണം 20ആയി. മെസ്സി 21-ൽ നിൽക്കുകയാണ്. അദ്ദേഹം തൊട്ട് പിറകിൽ 20-ലുണ്ട്. അത് ഇനിയും മാറി മറിയാം. കാരണം ഇനി സെമിഫൈനലും ഫൈനലും കളിക്കാനുണ്ട്. അപ്പോൾ 2 മത്സരം എന്തായാലും ഉണ്ട്. ഇനിയിപ്പോൾ സെമിഫൈനൽ തോറ്റാലും ലൂസേഴ്സ് ഫൈനൽ ഉണ്ടാവും. അങ്ങനെയും 2 മത്സരം, അതും ഒരു മത്സരമാണല്ലോ. അപ്പോൾ എങ്ങനെ എന്തായാലും 2 മത്സരമുണ്ട്. അപ്പോൾ മെസ്സിയെ മറികടക്കുമോ എംബാപ്പെ എന്നതൊക്കെ കൗതുകകരമായ ചോദ്യമാണ്. എന്തായാലും നിലവിൽ എംബാപ്പെ അടുത്ത കാലത്തൊന്നും മറ്റൊരാൾ തകർക്കാനിടയില്ലാത്ത ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു.